ഹായ് ഫ്രണ്ട്സ്, മഴവിൽ മുമ്പ് സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്നത്തെ എപ്പിസോഡിലാണെങ്കിൽ പൗലോസും ബൈജു ആൻ്റപ്പനും കൂടെ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അപ്പം പൗലോസിനോട് അലീന ചോദിക്കും, എല്ലാ സാധനങ്ങളും വാങ്ങിച്ചോ പൗലോസ് ഏട്ടാ? അപ്പോൾ പറഞ്ഞു, എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു. എന്നാൽ ഇതിൻ്റെ ലിസ്റ്റ് എന്ത് ചെയ്യേ? അന്നേരം പറയും, ലിസ്റ്റ് കിട്ടിയില്ല. അതെന്താ ലിസ്റ്റ് കിട്ടാഞ്ഞേ? അത് കടക്കാരൻ അവിടെ എഴുതി വെച്ചേക്കുക, നമ്മൾ ക്യാഷ് കൊടുത്തില്ല. മന്ത്ലിയാണ് നമ്മൾ ക്യാഷ് കൊടുക്കുന്നത്. അപ്പം ഈ വാങ്ങിച്ച സാധനത്തിൻ്റെ ലിസ്റ്റ് എന്ത് ചെയ്യുക? അതവിടെ പറ്റ് ബുക്കിൽ എഴുതും കടക്കാരൻ. അപ്പം നമുക്കൊരു പറ്റ് ബുക്കില്ലേ? അങ്ങനെ പറയാം, നമുക്കുണ്ട്, പക്ഷെ ഞാൻ ഇന്ന് കൊണ്ടുപോയില്ല, മറന്നുപോയി എന്ന് പറയും. ചോദിക്കും, ഇത് എന്തൊക്കെ സാധനങ്ങളുണ്ട് പൗലോസ് ഏട്ടാ? അതെല്ലാ സാധനവും ഉണ്ട്, എന്തൊക്കെയാണെന്ന് എത്ര കിലോ ഉണ്ടെന്ന് എല്ലാം എനിക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പം ഇത്രയും സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് എത്ര കിലോ ഉണ്ടെന്നും എല്ലാം കൃത്യമായിട്ട് പൗലോസ് ഏട്ടനറിയാം. പിന്നെ എങ്ങനെ പറ്റ് ബുക്ക് കൊണ്ടുപോകാൻ മറന്നുപോയി? അന്നേരം പറയാം, അത് ഞാൻ മറന്നുപോയി. അപ്പോൾ ചോദിക്കും, ഇത് എത്ര കിലോ അരിയുണ്ട് പൗലോസ് ഏട്ടാ? ഇതാണെങ്കിൽ 30 കിലോ അരി. ഇത് 30 കിലോ അരിയോ? അപ്പോൾ അത് കുട്ടിച്ചായനും വരും. എന്നിട്ട് ചോദിക്കും, എന്താ പ്രശ്നം? അന്നേരം പറയാം, അല്ല ഞാൻ ഇതിൻ്റെ ലിസ്റ്റ് ചോദിക്കുമായിരുന്നു അപ്പച്ച. അപ്പോഴാണെങ്കിൽ ലിസ്റ്റില്ല, കടക്കാരൻ അവിടുത്തെ പറ്റ് ബുക്കിൽ എഴുതിയിട്ടേ ഉള്ളൂ, ഇവിടുത്തെ പറ്റ് ബുക്ക് കൊണ്ടുപോയില്ലെന്ന്, മറന്നുപോയെന്ന്. അപ്പോൾ ചോദിക്കും, ഇത് എത്ര കിലോ അരിയുണ്ട് പൗലോസ് ഏട്ടാ? അത് 30 കിലോ. അപ്പോൾ അലീന ചോദിക്കും, അപ്പച്ചാ ഇത് 30 കിലോ അരിയുണ്ട്? ഇല്ല, ഒരു 20 കിലോ കാണും, അതിൽ കൂടുതൽ കാണത്തില്ല. 30 ഇല്ലല്ലോ. അന്നേരം പറയും, അത് ഇന്നലത്തെയും കൂടെ. ഇന്നലെ എത്ര വാങ്ങിച്ച്? ഇന്നലെ 10 കിലോ വാങ്ങിച്ചായിരുന്നു. ഇന്നലെ 10 കിലോ അരി വാങ്ങിച്ചു. ഇന്നലെ 10 കിലോ വാങ്ങിച്ചെടുത്ത് ഇന്നെന്തിന് 20 കിലോ വാങ്ങിച്ചത്? അതോടെ കൂട്ടിയാൽ 30 എന്ന് പറഞ്ഞെന്ന് പറയും. അപ്പോഴേ പൗലോസ് ഓരോന്നും കള്ളം പറയാൻ ഇങ്ങനെ തുടങ്ങി. അപ്പോൾ അലീനയ്ക്ക് മനസ്സിലായി. അപ്പോൾ ചോദിക്കും, ഇന്നലെ വാങ്ങിച്ച 10 കിലോ അരി എന്തിയെ? ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നേ. പോയി എടുത്തുകൊണ്ട് വരും. എടുത്തുകൊണ്ട് വന്നു കഴിയുമ്പോൾ അതിനകത്ത് കുറച്ച് അരിയേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ, ബാക്കി എന്തിയെ? അത് ഇന്നലെ ചോറ് വെച്ചു. ഈ വീട്ടിലെ ഭീമൻ ആരാ? എൻ്റെ പപ്പയാണോ? 10 കിലോ അരി വാങ്ങിച്ചത് ഇപ്പോൾ 2 കിലോ അരി കാണും, ബാക്കി 8 കിലോ അരിയുടെ ചോറ് ഇന്നലെ പപ്പ കഴിച്ചോ എന്ന് ചോദിക്കും. അങ്ങനെ ഓരോ സാധനത്തിനും 10 കിലോ ഗോതമ്പ് പൊടി, ഇങ്ങനെ കുറേ ലിസ്റ്റ്, എല്ലാം കൂടുതൽ, പക്ഷെ സാധനങ്ങളെല്ലാം കുറവ്, തൂക്കം കൂടുതലാണ് പറയുന്നത്. അപ്പോഴേ പിടികിട്ടി ഇതെല്ലാം തട്ടിപ്പാന്ന്. അന്നേരം പറയും, ഇതിലെന്തോ സത്യം പറ, നിങ്ങൾ 3 പേരും ഇതിൽ സത്യം പറഞ്ഞു എന്ന് പറയും. അന്നേരം 3 പേരും ഒന്നും അനങ്ങത്തില്ല. അപ്പോഴാണെങ്കിൽ സാധനങ്ങളെല്ലാം എന്നാൽ പിറക്കി ജീപ്പിലോട്ട് വെക്കാൻ പറയും. നമുക്ക് കടയിൽ ചെന്നിട്ട് തൂക്കിക്കാമെന്ന് പറയും. അതിൻ്റെ സാധനങ്ങളെല്ലാം പിറക്കി ജീപ്പിൽ വെച്ചിട്ട് കയറാൻ പറയും. 3 പേരുടെയും ഫോണിങ് അലീന വാങ്ങിച്ചു വെക്കുക. എന്നിട്ട് പറയും, നിങ്ങൾ ഫോണെടുത്ത് കടക്കാരനെ വിളിച്ചാലോ, ഫോണിങ് തന്നാരെ എന്ന് പറയും. എന്നിട്ട് അപ്പച്ചനും ഒരുങ്ങി വരും. അപ്പോൾ അപ്പച്ച നമുക്കൊന്ന് കടയിലേക്ക് പോയേക്കാമെന്ന് പറയും. പോയി ഇതെല്ലാം ഒന്ന് തൂക്കി നോക്കാമെന്ന് പറയും. അങ്ങനെ ജീപ്പിൽ കയറി ഗേറ്റിൻ്റെ അവിടെ ആകുന്നതിന് മുമ്പേ പറയും, ഈ ഗേറ്റിന് പുറത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾ കടയിൽ ചെന്ന് നാറും. അതുകൊണ്ട് ഈ ഗേറ്റ് കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് സത്യം പറയണമെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞു എന്ന് പറയും. അപ്പോൾ ആരും ഒന്നും അനങ്ങത്തില്ല. എന്നിട്ട് ജീപ്പ് വിട്ടുപോയി കടയുടെ ഫ്രണ്ട് നിർത്താതെ കുറച്ച് ഇങ്ങോട്ട് ബാക്കിലോട്ട് നിർത്താൻ പറയും. എന്നിട്ട് അലീന ഇറങ്ങിച്ചെല്ലും. എന്നിട്ട് കടയിൽ ചെന്നിട്ട്, സാധനങ്ങൾക്കൊക്കെ ഇവിടെ എന്താ വില ചേട്ടാ? ന്യായമായിട്ടുള്ള വിലയാണോ അതോ കൂടുതലാണോ കുറവാണോ ഇങ്ങനെ ചോദിക്കും. കടക്കാരൻ പറയും, ന്യായമായിട്ടുള്ള വിലയാണ് എന്ന് പറയും. എന്നാൽ സാധനങ്ങളെല്ലാം ഓരോ കിലോ എടുക്കുക, ഇതിൻ്റെ എല്ലാം ലിസ്റ്റ് ബില്ലും തരാൻ പറയും. ഓരോ കിലോയുടെ എല്ലാത്തിൻ്റെയും ബില്ല് കൊടുക്കും. എന്നിട്ട് അപ്പോൾ കടക്കാരൻ അന്ന് അലീനെ കണ്ടോട് ചോദിക്കും, ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ? ഇല്ല, 2 ആഴ്ച ആയതേ ഉള്ളൂ വന്നിട്ട്. എവിടെ നിന്നാണ് വരുന്നത്? ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് 2 ആഴ്ച ആയതുള്ളൂ, ഞാൻ കഴക്കൂട്ടത്തു നിന്നാണ് വരുന്നത് എന്ന് പറയും. അപ്പോൾ ഇവിടെ എവിടാ? ഇവരും പറയും, ഞാൻ സ്റ്റാൻലി ജോസഫിൻ്റെ എസ്റ്റേറ്റിലെ ജോലിക്കാരിയാന്ന് പറയും. അപ്പം ഞാൻ വരാവേ എന്നും പറഞ്ഞുകൊണ്ട് ജീപ്പിൻ്റെ റൂട്ട് അങ്ങ് പോകും, ലിസ്റ്റ് വാങ്ങിച്ചുകൊണ്ട്. എന്നിട്ട് പോയി പൗലോസിനോട് പറയും, പൗലോസ് ഏട്ടാ ഇന്നലത്തെ ബില്ലും ഇന്നത്തെ ബില്ലും പോയി വാങ്ങിച്ചുകൊണ്ട് വരാൻ പറയും. പിറകെ അപ്പച്ചനും അലീനയും കൂടെ വരും. എന്നിട്ട് ഈ ബില്ല് തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എല്ലാം 100 രൂപ, 150 രൂപ, 25, 50 അങ്ങനെ എക്സ്ട്രാ ബില്ലല്ല. അപ്പോൾ ചോദിക്കും, ഇതെന്താ ഇത്രയും വില? യഥാർത്ഥ വിലയുടെ ബില്ല് എൻ്റെ കയ്യിലുണ്ടല്ലോ, 1 കിലോയ്ക്ക് ഇത്രേ വിലയുള്ളൂ, എന്നിട്ട് ഇതിലെല്ലാം അതിൻ്റെ കൂടുതലാണല്ലോ. അന്നേരം പറയും, ഇതിലെന്താ ഇത്രയും ബില്ല് കൂടുതൽ? അന്നേരം കടക്കാരൻ ദേഷ്യപ്പെടും. അതങ്ങനെ പറ്റ് കൊടുക്കുമ്പോൾ അതങ്ങനെയൊക്കെ ഇച്ചിരി കൂട്ടി ബില്ലൊക്കെ വരും എന്ന് പറയും. അപ്പോൾ ചോദിക്കും, ഇതൊക്കെ ചോദിക്കും നീ ആരാ എന്ന് ചോദിക്കും. അപ്പോൾ അപ്പച്ചനും ഒരിക്കലും ഇപ്പോൾ ഉണ്ട്. അന്നേരം പറയും, ഇതോ ഇവിടെ സ്റ്റാൻലി ജോസഫിൻ്റെ മോള്. പിന്നെ അയാളൊന്നും മിണ്ടായിരിക്കും. എന്നിട്ട് പറയും, പൗലോസിനോട് പറയും, ആ ജീപ്പ് മുന്നോട്ട് കൊണ്ടുവരാൻ പറ.
ജീപ്പിലെ സാധനങ്ങളെല്ലാം പെറുക്കി ഇവിടോട്ട് വെക്കാൻ പറയാം. ഇതെല്ലാം ഒന്ന് തൂക്കി നോക്കട്ടെ, എത്ര കിലോ വീതം ഉണ്ടെന്നറിയാമല്ലോ എന്ന് പറയും. അപ്പോൾ കടക്കാരൻ പറയും, കൊണ്ടുപോയ സാധനങ്ങളെല്ലാം നിങ്ങൾ പാതി എടുത്തിട്ട് കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് തൂക്കാൻ പറ്റത്തില്ല. നിങ്ങൾ എടുത്തില്ലെന്ന് എന്താ ഉറപ്പ്? അത്തരം പറഞ്ഞ് കള്ളക്കണക്ക് എഴുതി വെച്ചതും പോരാ, പിന്നെ ഇപ്പോൾ അങ്ങോട്ട് സാധനം വാങ്ങിച്ചിട്ട് പോയിട്ട് 1 മണിക്കൂറായില്ലല്ലോടാ, എന്നിട്ടാണോ നീ പറയുന്നത് എന്ന് ചോദിക്കും. ഞങ്ങളുടെ കയ്യിലെ ക്യാഷ് കള്ളക്കണക്ക് പറഞ്ഞ് വാങ്ങിക്കുന്ന നീ ഇപ്പം ഞങ്ങളോട് പറയുന്നോടാ എന്ന് ചോദിച്ചാൽ അപ്പച്ചൻ ദേഷ്യപ്പെടും. ഈ സ്റ്റാൻലി ജോസഫിൻ്റെ അപ്പനോട് എതിർക്കാനായോടാ നീ കടയെല്ലാം കൂടെ എടുത്ത് ഞാൻ ഈ കുളത്തുപ്പുഴ കളയും. സ്റ്റാൻലി അറിയാമെങ്കിൽ എൻ്റെ കട ഇവിടെ കാണത്തില്ല എന്നൊക്കെ അപ്പച്ചൻ ഭീഷണിപ്പെടുത്തും. അല്ലേനെ പറയും, നിങ്ങൾ എന്തെങ്കിലും ബില്ല് കൂടുതലായിട്ട് എഴുതി വെച്ചാൽ മനസ്സിലായി, കള്ളക്കണക്കാണെന്നെല്ലാം മനസ്സിലായി, അതുകൊണ്ട് ഇപ്പോഴത്തേക്ക് വിട്ടേക്കുന്നു. ഈ സാധനങ്ങളെല്ലാം തിരിച്ച് ജീപ്പിൽ കയറ്റി വെച്ചാലേ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് തിരിച്ച് കൊട്ടാരമറ്റത്ത് വരും. വന്നു കഴിയുമ്പോൾ ബൈജുവിനോട് ചോദിക്കും, സത്യം പറ ബൈജു ചേട്ടാ, നിങ്ങൾ എന്താണ് ചെയ്തത്? സത്യം പറയാനോട്. അന്നേരം പറയും, നിങ്ങൾക്ക് എത്ര ഷെയർ കിട്ടുമായിരുന്നു ഇതിൽ നിന്നും? എനിക്ക് ഒരു 25,000 രൂപ കിട്ടുമായിരുന്നു. അപ്പം പൗലോസ് ചേട്ടനും നല്ലൊരു എമൗണ്ട് കിട്ടുമായിരുന്നു അല്ലേ? എന്തെങ്കിലും ചോദിക്കുമ്പോൾ പൗലോസ് ചേട്ടന് എന്തൊരു വാചകമാണ്, ഇപ്പോൾ വായി നാക്കില്ലാത്ത രീതിയിൽ നിൽക്കുന്നല്ലോ പൗലോസ് ചേട്ടാ. ഈ കള്ളത്തരം കണ്ടുപിടിച്ചപ്പോൾ ഞാനിപ്പോൾ പപ്പയോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊന്നും ആയിരിക്കത്തില്ല പ്രതികരണം എന്ന് പറയും. അന്നേരം ബൈജു പറയും, ബൈജുവും പൗലോസും പറയും, ഞങ്ങളിവിടെ നിന്ന് പൊയ്ക്കോളാം, പറയരുതെന്ന് പറയും. അന്നേരം പറഞ്ഞു, നിങ്ങളോട് ഞാൻ പോകാൻ പറഞ്ഞില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്ക്, നിങ്ങൾ സത്യം പറ. എന്നിട്ട് ബൈജു വന്ന് എല്ലാം പറയും. അപ്പം ഞാൻ ചോദിക്കും, ആൻ്റപ്പൻ എന്തോ കൊടുക്കും? ആൻ്റപ്പൻ ചേട്ടന് ഒരു കുപ്പി വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും. ആൻ്റപ്പൻ ചേട്ടന് അത് മതി. കള്ളക്കളികളെല്ലാം ആൻ്റപ്പൻ ചേട്ടൻ അറിയാം. അപ്പോൾ ആൻ്റപ്പൻ ചേട്ടൻ അങ്ങ് കണ്ണടയ്ക്കും. അപ്പോൾ ആ കണ്ണടയ്ക്കുന്നതിന് ഞങ്ങൾ ഒരു കുപ്പി വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും എന്ന് പറയും. അന്നേരം പറയും, നിങ്ങൾക്ക് എങ്ങനെ തോന്നി? നിങ്ങളെന്ന് പറഞ്ഞാൽ വിശ്വസ്തരാണ്. പപ്പയ്ക്ക് എന്ത് വിശ്വാസം എന്നറിയാമോ പൗലോസ് ചേട്ടനെ? സ്വന്തം മകളെ പോലും തള്ളിക്കളഞ്ഞിട്ട് പൗലോസ് ചേട്ടനെ വിശ്വസിച്ച മനുഷ്യനാണ്. എന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെ തോന്നി ഇങ്ങനെ ചതിക്കാനെ കൊണ്ട് എന്നൊക്കെ പൗലോസിനോട് ചോദിക്കും. പൗലോസിന് മിണ്ടാതെ നിൽക്കും. ബൈജുവിനോട് ചോദിക്കും, പറയും, ഞാൻ പപ്പയോട് പറയട്ടെ? ഞാൻ പറയും, പപ്പയോട് പറയരുത്, ഞങ്ങൾ ഇവിടെ നിന്ന് പൊയ്ക്കോളാം. ഞാൻ പറയും, നിങ്ങൾ പോകുന്നൊന്നും വേണ്ട, ഞാൻ ഇത്തവണത്തേക്ക് ക്ഷമിച്ചിരിക്കുന്നു. ആൻ്റപ്പൻ ചേട്ടനുള്ളത് അപ്പോൾ ഇന്ന് ആ കുപ്പി വാങ്ങിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഇന്ന് ആ കുപ്പി ഇങ്ങനെ തന്നാരേ. ബാ പച്ച, നമുക്ക് ഈ കുപ്പി ഞാൻ കൊടുത്തോളാം ഇന്ന് ആൻ്റപ്പൻ ചേട്ടന് എന്ന് പറയും. അങ്ങനെ ബൈജുവിൻ്റെ കയ്യിൽ നിന്ന് കുപ്പിയും വാങ്ങിച്ചുകൊണ്ട് ആൻ്റപ്പൻ്റെ ഇരിക്കും ചെല്ലും. എന്നിട്ട് ആൻ്റപ്പൻ ചേട്ടനോട് പറയും, ആൻ്റപ്പൻ ചേട്ടാ ഒന്ന് കണ്ണടച്ച് നിന്നേ. അതെന്താ കുഞ്ഞെ? അല്ല കണ്ണടച്ച് നിൽക്കുക. കണ്ണടച്ച് നിൽക്കും. നിന്ന് കഴിഞ്ഞിട്ട് അപ്പോഴാണെങ്കിൽ അലീന ഒരു കുപ്പി എടുത്ത് കൈ കൊടുക്കും. എന്നിട്ട് ചോദിക്കും, ഇതെന്താ മോളെ? ഇതൊന്നും ഞാൻ കുടിക്കത്തില്ല കുഞ്ഞെ എന്ന് പറയും. ആൻ്റപ്പൻ ചേട്ടാ ഇനി ഒന്നും പറയണ്ട. ആൻ്റപ്പൻ ചേട്ടന് എന്ത് തോന്നി? കണ്ണടച്ചാൽ കിട്ടുന്ന ഫലം ഇതായില്ലേ? സാറിനോട് പറയരുതേ കുഞ്ഞെ, എനിക്ക് അബദ്ധം പറ്റിപ്പോയതാ, അവരെനിക്കിതെല്ലാം കൊണ്ടുതരുമായിരുന്നു, അതുകൊണ്ടാണ് എന്ന് പറയും. അവരും പറയും, ഇനി ഞാൻ ആവർത്തിച്ചേക്കത്. ആൻ്റപ്പൻ ചേട്ടന് വേണമെങ്കിൽ ഞാൻ വാങ്ങിച്ചു തരാം. അപ്പോഴേക്ക് എന്ത് വിശ്വാസം എന്നറിയാമോ ആൻ്റപ്പൻ ചേട്ടനെ? എന്തിനാ ഒരു വിശ്വാസവഞ്ചന കാണിച്ചത് എന്ന് ചോദിക്കും. ഇവിടുത്തെ പട്ടികൾക്കുള്ള നന്ദി പോലും നിങ്ങൾക്കില്ലാതെ പോയല്ലോ എന്നൊക്കെ അലീന ആൻ്റപ്പനോട് ചോദിക്കും. അപ്പം കരഞ്ഞിട്ട് എന്നിട്ട് പറയും, ക്ഷമിക്കും മോളെ, ഈ തെറ്റ് ആവർത്തിക്കത്തില്ല, പപ്പയോട് പറയരുതേ എന്ന് പറയും. ഇല്ല ഞാൻ പറയത്തില്ലെന്ന് പറയും. ഇനി ഇങ്ങനെയൊന്നും കാണിക്കരുതെന്ന് പറയും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡ്. അപ്പോൾ അടുത്ത എപ്പിസോഡുമേ അടുത്ത ദിവസം വരാം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.